പാണക്കാട്ടെ തങ്ങളെ ഒന്നല്ലെങ്കിൽ നിങ്ങൾ ലീഗിനെ പിരിച്ചുവിടുക, അതല്ലെങ്കിൽ ജയിലറകളെ പുൽകുക. ഇതായിരുന്നു PMSA പൂക്കോയ തങ്ങൾക്ക് മുന്നിൽ വെച്ച ചോയ്സ്. വർഷം 1948. ഹൈദരാബാദ് ആക്ഷനെ തുടർന്ന് മുസ്ലിം ലീഗ് പാർട്ടിയിൽ നിന്ന് എല്ലാ പ്രമാണിമാരും രാജിവെച്ചൊരു കാലം. മാതൃഭൂമി പത്രത്തിലടക്കം ഫോട്ടോ സഹിതം ചിലരൊക്കെ രാജി പ്രഖ്യാപിച്ച ഭീകരമായൊരു കാലം. അന്നാണ് കൊടപ്പനക്കലിലെ പൂക്കോയക്കുട്ടി എന്ന PMSA പൂക്കോയ തങ്ങളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി സുബ്ബരയ്യന്റെ ഇടിവണ്ടിയിൽ പോലീസുകാർ പാണക്കാട്ടെ കൊടപ്പനക്കൽ തറവാടിന്റെ മുന്നിൽ വന്നെത്തിച്ചേർന്നിരിക്കുന്നു. നൂറുകണക്കിന് പ്രവർത്തകർ ഒരുമിച്ചുകൂടി ഞങ്ങളുടെ രക്തം ചിന്തിയിട്ടല്ലാതെ പാണക്കാട്ടെ തങ്ങളുടെ രോമത്തിൽ പോലും തൊടാൻ നിങ്ങൾക്കൊന്നും കഴിയില്ല എന്ന് അവർ ഉച്ചസ്ഥായിൽ പ്രഖ്യാപിച്ചു. ലീഗിൽ നിന്ന് രാജിവെച്ചതായി എഴുതിത്തരാനുള്ള ദൗത്യവുമായിട്ടാണ് അധികാരവൃന്ദം അവിടേക്ക് കടന്നു വന്നിട്ടുള്ളത്. എങ്കിൽ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാം. തനിക്ക് വേണ്ടി തടിച്ചുകൂടിയ ആയിരക്കണക്കിന് മനുഷ്യന്റെ മുന്നിൽ പാണക്കാട്ടെ PMSA പൂക്കോയ തങ്ങൾ ശാന്തമായി അവരോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ഗ്രാമങ്ങളിലേക്ക് തിരിച്ചു പോവുക, അവിടങ്ങളിൽ ലീഗിനെ ശക്തിപ്പെടുത്തുക, അതുവഴി സമുദായത്തെയും ശക്തിപ്പെടുത്തുക. തന്നെ കയ്യാമം വെക്കാൻ വന്ന പോലീസുകാരന്റെ മുന്നിലേക്ക് ആ അഭ്യർത്ഥനയുടെ ലെറ്റർ ചുരുളകളായി വലിച്ചെറിഞ്ഞ് PMSA പൂക്കോയ തങ്ങൾ കാരാഗ്രഹത്തിലേക്ക് പുൽകിയത് ഈ പാർട്ടിക്ക് വേണ്ടിയിട്ടാണ്, ഈ പച്ചപ്പതാകക്ക് വേണ്ടിയിട്ടാണ്. PMSA പൂക്കോയ തങ്ങൾ വാനിലേക്ക് ഉയർത്തിക്കെട്ടി മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഊർജ്ജം പകർന്ന് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ കാർമ്മികത്വത്തിൽ വാനോളം ഉയർന്നു പാറിയ ഇന്ന് പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളിൽ എത്തിച്ചേർന്ന് ഇന്നൊരു തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മലപ്പുറത്തെ ഏക പ്രതിപക്ഷമില്ലാത്ത ഒരേ ഒരു പാർട്ടിയായി, ഒരേ ഒരു നേതൃത്വമായി പാണക്കാടും മുസ്ലിം ലീഗും മാറുമ്പോൾ അതിനെ അങ്ങ് താഴ്ത്തിക്കെട്ടാമെന്നത് സഖാവേ നിന്റെ വ്യാമോഹമാണ്. അതിനൊക്കെ നിങ്ങൾ ഇനിയും 1000 ജന്മം ജനിക്കണമെന്ന് ലീഗിന്റെ ചരിത്രത്തിൽ ആഴ്ന്നിറങ്ങിയ വേരിന്റെ ബോധത്തിൽ ഞങ്ങൾ പറയും.